Hi friends, welcome back to my YouTube channel. ഇന്നത്തെ നമ്മുടെ YouTube വീഡിയോ എന്ന് പറഞ്ഞാൽ NoiseFit Evolve 3 Smartwatchന്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്ത NoiseFit Evolve 3 Smartwatch വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്താൽ നമ്മുടെ അടുത്ത് ഡെലിവറി പാക്കേജ് തന്നിട്ട് ഡെലിവറി ബോയ് ജസ്റ്റ് പോകുമായിരുന്നു. പക്ഷേ ഇപ്പം ഫ്ലിപ്കാർട്ട് ഒരു പുതിയ പോളിസി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ബോക്സ് ഡെലിവറി. എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തന്നെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഡെലിവറി ബോയ് നമ്മുടെ പാക്കേജ് ഒക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കും. നമ്മുടെ പാക്കേജിനും പ്രൊഡക്റ്റിനും ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ നമുക്കൊന്ന് OTP പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് റിസീവ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പാക്കേജിന് ഒരു കുഴപ്പവും ഇല്ല, ഒരു ഡാമേജസ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് OTP വന്നത് പറഞ്ഞു കൊടുത്തിട്ട് നമ്മളത് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമ്മുടെ NoiseFit Evolve 3യുടെ അൺബോക്സിംഗ് ആണ്. പാക്കേജിൻ്റെ ഔട്ടർ പാക്ക് പൊട്ടിക്കുമ്പോൾ നമുക്ക് NoiseFit Evolve 3യുടെ ഒരു ബ്ലാക്ക് ബോക്സ് കാണാം. ഇത് നമുക്ക് വീണ്ടും തുറന്നു നോക്കാം. ഗൈസ്, ദാണ്ടിരിക്കുന്നു നമ്മുടെ NoiseFit Evolve 3 Amoled ഡിസ്പ്ലേ സ്മാർട്ട് വാച്ച്. അപ്പം നമ്മുടെ വാച്ച് നമുക്ക് പുറത്തെടുക്കാം. കാണാൻ നല്ലൊരു പ്രീമിയം ലുക്കിംഗ് വാച്ച് തന്നെയാണിത്. വാച്ച് കണ്ട സ്ഥിതിക്ക് നമുക്ക് വാച്ച് മാറ്റി വെച്ചിട്ട് ബോക്സിലെ ബാക്കി കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഈ ബോക്സിൽ നമുക്കൊരു ചാർജർ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോയ്സിൻ്റെ ഒരു സ്റ്റിക്കർ കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് കാറിലും ഒക്കെ ഒട്ടിക്കാനുള്ളത്. പിന്നെ ഒരു മാനുവൽ കാർഡ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാറണ്ടി രജിസ്ട്രേഷൻ കാർഡ്. ഇനി നമുക്ക് നമ്മുടെ വാച്ച് ഓൺ ആക്കാം. അതിനായി നമുക്ക് 3 സെക്കൻഡ് നമുക്ക് ടോപ്പിലുള്ള ബട്ടണിൽ പിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നോയ്സിന്ന് എഴുതി വരും. ഇപ്പം ഞാൻ ഓൾറെഡി വാച്ച് ഒന്ന് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്തേക്കുവാണ്. ഇതിന് നമുക്ക് NoiseFit ആപ്പ് യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 5000 റുപ്പീസാണ്. ഞാനിത് മേടിച്ചത് ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ സമയത്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ല ഓഫറിൽ കിട്ടി. വാച്ചിൻ്റെ താഴെ നമ്മൾ മണ്ടക്കോട്ട് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മ്യൂട്ട് ചെയ്യുന്ന ഓപ്ഷൻ കാണാം, ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, പവർ സേവിംഗ് ഉണ്ട്, ടോർച്ച് ഉണ്ട്, പിന്നെ ലോക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. വാച്ചിൻ്റെ സെറ്റിംഗ് എടുത്താലും നമുക്ക് ബ്രൈറ്റ്നസ്, റിംഗ് ടൂൺ വൈബ്രേഷൻ, റിസ്റ്റ് അവേക്ക്, സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, കോൾസ്, ഡിവൈസ് ഇൻഫോർമേഷന്, QR കോഡ്, പവർ ഓഫ് ഓൺ എല്ലാം കാണാൻ പറ്റുന്നതാണ്. നമ്മൾ വാച്ചിൻ്റെ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ ഹെർട്ട് റേറ്റ്, ഓക്സിജന്, സ്ലീപ്പ്, സ്ട്രെസ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിഡ്ജറ്റ്സ് ആണ്. നമുക്ക് ഇതിനകത്ത് വിഡ്ജറ്റ്സ് ആഡ് ചെയ്യുകയും ചെയ്യാം ഇതിൻ്റെ ആപ്പിൽ കൂടെ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് അലാറം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നുള്ളതിൻ്റെ വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഡിഫോൾട്ടായിട്ട് 4 വാച്ച് ഫേസ് ഉണ്ട്, ബാക്കി നമുക്ക് ആപ്പ് വഴി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കസ്റ്റമൈസ് ആയിട്ടും ചേഞ്ച് ചെയ്യാം. നമുക്ക് ടോപ്പിലെ ബട്ടൺ ഒന്ന് ഞെക്കിയാൽ അവിടെ നോയ്സ് ഹെൽത്ത്, നോയ്സ് ബസ്, ക്ലോക്ക്, വർക്കൗട്ട്, സ്പോട്ട് റെക്കോർഡ്, റിമൈൻഡേഴ്സ്, മ്യൂസിക്, വെതർ, വാച്ച് ഫേസ്, ഫ്ലാഷ് ലൈറ്റ്, സെറ്റിംഗ്, ഇത്ര ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ നോയ്സ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി, ഹെർട്ട് റേറ്റ്, ഓക്സിജൻ ലെവല്, സ്ലീപ്പ്, ബ്രിത്ത്, സ്ട്രെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നോയ്സ് ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒക്കെയാണ്, കോണ്ടാക്ട്സ്, കോൾ ഹിസ്റ്ററി, ഡയൽ പാഡ്. ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കോൾ ചെയ്യാനും ഒക്കെ പറ്റും. പിന്നുള്ളത് സ്പോർട്സ് മോഡാണ്. 100+ സ്പോർട്സ് മോഡ് ഉണ്ട്, പക്ഷേ 10 സ്പോർട്സ് മോഡ് മാത്രമേ ഇതിനകത്ത് കാണിക്കത്തുള്ളൂ. ഈ വേറെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൽ പോയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ടച്ച് ചെയ്യുമ്പോൾ ഡിലേ ഒന്നും വരുന്നില്ല, നല്ല ഫാസ്റ്റായിട്ട് തന്നെ സ്മൂത്ത് റണ്ണിങ് ആണ്. പിന്നുള്ളതിൻ്റെ വെതർ അപ്ഡേറ്റ്സ് ആണ്. ഫോണിൽ കണക്ട് ചെയ്ത് നമുക്ക് വെതർ അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. താഴെ കാണുന്ന ബട്ടൺ നമുക്ക് വർക്കൗട്ട് മോഡ്സ് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ബട്ടനാണ്. ഇതാണ് NoiseFit ആപ്പ്. ഇത് വാച്ച് കണക്ട് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ ഓവർവ്യൂവും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ റീസെൻറ്റ് വർക്കൗട്ട്സ് കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് ഇതിനകത്ത് മൈ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ, കോൾ അലേർട്ട്, ഹെൽത്ത് മോണിറ്റർ, മൈ അലാറം, ഗൂഗിൾ ഫിറ്റ്, മൈ കോൺടാക്ട്സ്, ക്വിക്ക് റിപ്ലൈ, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ വാച്ച് ഫേസ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ഫേസിൻ്റെ ഓപ്ഷൻ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനൊരു വാച്ച് ഫേസ് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം.
നമുക്ക് ഇഷ്ടമുള്ള ഒരു വാച്ച് ഫേസ് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അപ്ഡേറ്റ് ആവുന്നത് നമ്മുടെ വാച്ചിൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇത് അപ്ഡേറ്റ് ആയതിനു ശേഷം ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കും. ഇത് കഴിഞ്ഞ് നമ്മുടെ വാച്ച് ഫേസ് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാച്ചിന് 4 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. വിൻറ്റേജ് ബ്രൗൺ, കാർബൺ ബ്ലാക്ക്, സ്പേസ് ബ്ലൂ, സിൽവർ ഗ്രേ. പിന്നെ ഈ വാച്ചിന് 7 ഡേയ്സ് ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ്. IP68 വാട്ടർ റെസിസ്റ്റൻസ് ആണ്. പിന്നെ നമുക്ക് ക്വിക്ക് റിപ്ലേസ്, DND മോഡ്, അങ്ങനത്തെ ചില ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.